SDPI സംഘടനയ്ക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ. നിരോധിത സംഘടനയായ PFIയും SDPIയും ഒന്നുതന്നെയാണെന്ന് ED കണ്ടെത്തിയ SDPIയുടെ സാമ്പത്തിക ഇടപാടുകളടക്കം നിയന്ത്രിച്ചിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടാണെന്നും ED വെളിപ്പെടുത്തി. SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് EDയുടെ വെളിപ്പെടുത്തൽ വന്നത്. SDPIയും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ഒന്നുതന്നെയാണെന്നാണ് ED കണ്ടെത്തൽ. SDPIയുടെ സാമ്പത്തിക ഇടപാട് നിയന്ത്രിച്ചത് PFI ആണെന്നും SDPIക്കായി തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നത് പോപ്പുലർ ഫ്രണ്ടാണെന്നും ED പറയുന്നു. SDPI സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടാണ്. SDPIക്ക് 4 കോടിയോളം രൂപ PFI നൽകിയതിന് തെളിവ് ലഭിച്ചുവെന്നും ED പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. ഗൾഫിൽ നിന്നടക്കം നിയമവിരുദ്ധമായി ഇരു സംഘടനകൾക്കും പണം ലഭിച്ചതായും ED പറയുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ധനസഹായം നൽകുന്നതിനുമായി രാജ്യത്തിനകത്തും പുറത്തും നിന്നും പണം സ്വരൂപിച്ചുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ED അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കം പണം പിരിക്കുന്നതിനായി പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗീകാരം നൽകിയതിന്റെ തെളിവുകളും ലഭിച്ചു. SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ അറിവോടെയാണ് ഇടപാടുകൾ നടന്നത്. ഹവാലയടക്കമുള്ള മാർഗങ്ങളിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണമെത്തിച്ചു. 12 തവണ നോട്ടീസ് നൽകിയിട്ടും ഫൈസി ഹാജരായിട്ടില്ല. PFIയുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ 61.72 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടി. ആന്തരികമായി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായും ബാഹ്യമായി സാമൂഹിക പ്രസ്ഥാനമെന്ന നിലയിലുമാണ് SDPI പ്രവർത്തിക്കുന്നതെന്നും ED ആരോപിക്കുന്നു. രാജ്യത്ത് ആക്രമണവും ഭീകരപ്രവർത്തനവും നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പണം ശേഖരിച്ചു. ഒപ്പം റംദാൻ കളക്ഷന്റെ പേരിലും പണം സ്വരൂപിച്ചെന്നും ED ആരോപിക്കുന്നു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.